തിരുവനന്തപുരത്ത് പട്ടത്ത് ഓട്ടോയും കാറും ബൈക്കും കൂട്ടിയിടിച്ച് തീപിടിച്ച് ഒരാൾ മരിച്ചു. ഓട്ടോയിലുണ്ടായിരുന്ന സുനി എന്നയാളാണ് മരിച്ചത്. അപകടത്തിൽ മറ്റ് 4 പേർക്ക് പരിക്കുണ്ട്. നമുക്ക് ദൃക്സാക്ഷിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ആദ്യം ഞാൻ അപ്പുറത്ത് ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ ശബ്ദം കേട്ട് ഓടി വന്നപ്പോഴത്തേക്ക് ഓട്ടോ കത്തുന്നതാണ് കാണുന്നത്. അപ്പോഴന്നെ വേറെ വഴിയാത്രക്കാരായ 2 പയ്യന്മാരൊക്കെ കൂടെ വന്ന് ഇവരെല്ലാം രക്ഷപ്പെടുത്താൻ ഒരാളെ രക്ഷപ്പെടുത്തി. ബാക്കി ഒരാൾ അതിനകത്തായിപ്പോയി. ഡ്രൈവറെ എടുക്കാൻ പറ്റിയില്ല. അയാൾ കത്തുന്നപ്പോൾ അതുപോലെ നല്ല സ്ഫോടനത്തോടുകൂടി കത്തുന്നത്. അപ്പോൾ അതിന് ഈ കാലിലൊന്നും വലിച്ചിട്ട് വരുന്നില്ല. ഇതിനകത്ത് ഈ ടോപ്പ് പ്രസ്സായിട്ട് അത് ആൾ ഞെരുങ്ങിപ്പോയി. അപ്പോൾ പിന്നെ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. പിന്നീട് ഫയർഫോഴ്സൊക്കെ പിന്നീടാണ് വന്നത്. ഫയർഫോഴ്സും പോലീസൊക്കെ വന്നപ്പോൾ പിന്നീടാണ് ഈ വീട്ടിൽ നിന്ന് വെള്ളം എടുത്ത് തീ അണച്ചു. ഓസിട്ട് തീ അണഞ്ഞ ശേഷമാണ് ഫയർഫോഴ്സൊക്കെ എത്തിയത്. പിന്നെ അവർ വന്നാണ് അവരെ ഹോസ്പിറ്റലിലേക്ക് ആക്കി. സ്കൂട്ടറിൽ ഒരു ലേഡിക്ക് നല്ല പരിക്കുണ്ട്. അവരൊക്കെ എടുത്താണ് ഇവിടെ മാറ്റി കിടത്തിയായിരുന്നത്. അവരെ ഈ തീ ഇടിക്കും കത്തുന്നതിൻ്റെ അടുത്തായിരുന്നു. അവരെ തലയിൽ എന്തോ കത്തിയെന്നാണ് തോന്നുന്നത്. അവരെ എടുത്ത് മാറ്റി കിടത്തി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി വേറൊരാളുണ്ടായിരുന്നു. അയാളെയും രക്ഷപ്പെടുത്തി. അയാൾക്ക് പൊള്ളലുണ്ട്, നല്ല പൊള്ളലുണ്ട്. അയാളിവിടെ ഉണ്ടായിരുന്നു കുറേ സമയം. ഇതിനൊക്കെ കൂടെ നിന്ന് മറ്റേ പയ്യനെ മാത്രം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാറിൽ ഒരാളെ ഉള്ളായിരുന്നു. പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. പയ്യൻ നിലവിളിക്കുന്നുണ്ടായിരുന്നു. പയ്യൻ്റെ നിലവിളിയൊക്കെ കേട്ടാണ് നമ്മൾ ഓടിയെത്തിയത്. എന്തായാലും ഈ ഒരു അപകടത്തിൽ ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടിരിക്കുകയാണ്. ദൃക്സാക്ഷിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. കൂടുതൽ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഇപ്പോൾ ചിത്രം കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. ഈ ദൃക്സാക്ഷിയുടെ പ്രതികരണമൊക്കെ നമ്മൾ കേട്ടു. എന്താണ് ശരിക്കും ഉണ്ടായത്? ആരാണ് ഈ മരണപ്പെട്ട ആൾ? ജയലക്ഷ്മി, സുനി എന്ന് പറയുന്ന ഈ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ആളാണ് മരണപ്പെട്ടത്. അയാൻ എന്ന് പറയുന്ന ആളായിരുന്നു. ഒരു 19 വയസ്സുകാരനായിരുന്നു ആ കാറ് ഓടിച്ചിരുന്നത്. ആ കാർ വന്ന് ആദ്യം ഈ സ്കൂട്ടറിലിടിച്ചു, ഓട്ടോയിലിടിച്ചു. ഓട്ടോ പോയി സ്കൂട്ടറിലിടിച്ചു. അതിനുശേഷം വീണ്ടും ബൈക്കിൽ ഒരു വട്ടം കൂടി ഈ കാറ് പിടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഒരു കൂട്ടയിടിയാണ് നടന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് CCTV ഉണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ അപകടം നടന്നതിന് തൊട്ട് മുകളിലായുള്ള കടയിൽ ഒരു CCTV ഉണ്ട്. ഒരുപക്ഷെ ആ CCTVയിലെ ദൃശ്യം പുറത്തു വന്നാൽ എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാകും. പക്ഷേ ആ കട ഇന്ന് ഞായറാഴ്ച ആയതിനാൽ ഇതുവരെയും തുറന്നിട്ടില്ല. പോലീസുകാർ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തൊട്ടപ്പുറം ഉള്ളത് സെൻറ് മേരീസ് പള്ളിയാണ്. അപ്പോൾ ആ സ്കൂളുമുണ്ട്, പള്ളിയുണ്ട്. അവിടേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ മറ്റ് 1-2 വീടുകളും മറ്റുമൊക്കെയാണ്. അവിടെ CCTV ഇല്ല എന്നുള്ളതാണ് ഈ അപകടത്തിൻ്റെ കാരണം എന്ന് വ്യക്തമാകാൻ ഇനിയും സമയമെടുക്കും. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ തറയിലടക്കം ഇങ്ങനെ ചോരയടക്കം കിടക്കുന്നത് കാണാൻ കഴിയുന്നു. ആ ദൃക്സാക്ഷി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആ ദൃശ്യങ്ങളും കൂടി കാണുമ്പോൾ വാഹനം ആളിക്കത്തുകയായിരുന്നു. ആ വാഹനത്തിൻ്റെ മുകൾ ഭാഗം, ഓട്ടോയുടെ മുകൾ ഭാഗം അങ്ങ് അമർന്നു പോയി. അതിൽ നിന്നും ആളെ പുറത്തേക്ക് എടുക്കാൻ കഴിയുമായിരുന്നില്ല. വലിച്ച് ആണ് പുറത്തേക്ക് എടുത്തത്. അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെ പലയിടങ്ങളിലായി രക്തത്തുള്ളികൾ ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വാഹനം ഇടിച്ചതിൻ്റെ ചില്ലൊക്കെ ഏകദേശം ഒരു 5-6 മീറ്റർ ദൂരത്തിൽ ഈ അപകടത്തിൻ്റെ ഒരു പ്രശ്നം നമുക്ക് കാണാൻ കഴിയുന്നു. ആ ഓട്ടോ കിടക്കുന്ന ആ സ്ഥലം മുതൽ അവിടെയല്ല ആക്സിഡൻറ്റ് ഉണ്ടായത്, അതിനും അപ്പുറയാണ്. ആ സ്ഥലത്ത് നിന്നും ഇവിടേക്ക് ഇടിച്ച് നിരങ്ങി റോഡിലെല്ലാം ഇങ്ങനെ ഈ വണ്ടി ഉരഞ്ഞതിൻ്റെയും മറ്റുമൊക്കെ പാടാണ്. അതിനുശേഷം കാറും മറിഞ്ഞിട്ടുണ്ട്. കാർ മറിഞ്ഞ് കാറിൻ്റെ ഒരു ഭാഗം ഈ ഒരു സൈഡിൽ പൂർണ്ണമായും കാറിനും പ്രശ്നങ്ങൾ പറ്റിയിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എയർ ബാഗൊക്കെ ചാടിയിട്ടുണ്ട്. വാഹനത്തിനുള്ളിൽ, കാറിനുള്ളിൽ സീറ്റിലൊക്കെയായി ബിരിയാണി പോലെ എന്തോ ഭക്ഷണപദാർത്ഥങ്ങളും കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോലീസ് ഒന്ന് അവരുടെ ഫോറൻസിക് പരിശോധന അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനാൽ കൂടുതൽ ആ കാര്യത്തിൽ വ്യക്തതയിലേക്ക് പോകുന്നില്ല. പക്ഷേ ഭക്ഷണമൊക്കെ കാറിനുള്ളിൽ ചിതറിക്കിടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അയാൻ എന്ന് പറയുന്ന 19-കാരൻ വാഹനം ഓടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഇവിടെ എത്തി പോലീസ് ഇപ്പോൾ ആ വാഹനം കിടന്ന സ്ഥലങ്ങൾ അവർ തിരിച്ചിട്ടുണ്ട്. അവിടേക്ക് മറ്റാളുകൾക്ക് കടക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ വാഹനത്തിലേക്കൊന്നും കയറാൻ കഴിയാത്ത തരത്തിൽ അത് മാറ്റിയിട്ടുണ്ട്. ഈ സ്കൂട്ടർ എടുക്കാനായി രാവിലെ അല്പം മുമ്പ് നമ്മൾ കണ്ടതുപോലെ 2 ആളുകൾ വന്നിരുന്നു. പോലീസ് അപ്പോൾ വാഹനം ഇവിടെ നിന്ന് നീക്കേണ്ട എന്നാണ് അവർക്ക് നൽകിയ നിർദ്ദേശം. ആ വാഹനത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീയും അതോടൊപ്പം തന്നെ അവരുടെ മകനുമായിരുന്നു. സ്ത്രീക്ക് അല്പം ഗുരുതരമായ പരിക്കുണ്ട് എന്നുള്ളതാണ് ദൃക്സാക്ഷി പറയുന്നത്. തലയിലടക്കം ഈ തീകത്തലിൽ പൊള്ളലിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് എല്ലാവരും. ആരുടെയും നില അതീവ ഗുരുതരാവസ്ഥയിൽ എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയില്ല എന്ന് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു.